Hi all, welcome to Enline Academy's Quick Learn series. So this is class 3 and നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എക്കോളജി. ഓക്കെ നോക്കാം. സോ നമുക്ക് ഡിസംബർ 23 പേപ്പർ 1 ഒരു ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ആണ് ക്വസ്റ്റ്യൻ. ശരിക്കും നമുക്ക് CSIR മാച്ച് ദ ഫോളോയിങ് വന്നു കഴിഞ്ഞാൽ ഫ്രം എക്കോളജി കേട്ടോ, എക്കോളജിയിൽ നിന്ന് വരുന്ന മാച്ച് ദ ഫോളോയിങ് കമ്പാരിറ്റീവ്ലി എളുപ്പമാകാറാണ്. നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു റീജിയനും കൂടെയാണ് ഈ പറഞ്ഞ ടേബിൾ വരുന്നത്. സോ നമ്മൾ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ടേബിൾ ആദ്യം നോക്കുക, ടേബിൾ എത്ര എണ്ണം ഉണ്ട്, അതിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Given below are species concept, column X, and their description, column Y. സോ നമുക്ക് രണ്ട് കോളം തന്നിട്ടുണ്ട്. അതിൽ ഇവിടെ തന്നിരിക്കുന്നത് സ്പീഷ്യസ് കൺസെപ്റ്റുകളാണ്. എ എന്ന് പറയുന്നത് ടൈപ്പോളജിക്കൽ സ്പീഷ്യസ് കൺസെപ്റ്റ്, ബി ബയോളജിക്കൽ സ്പീഷ്യസ് കൺസെപ്റ്റ്, സി എവല്യൂഷണറി സ്പീഷ്യസ് കൺസെപ്റ്റ് ആൻഡ് ഡി ഫൈലോജനറ്റിക് സ്പീഷ്യസ് കൺസെപ്റ്റ്. ഇങ്ങനെ 4 സ്പീഷ്യസ് കൺസെപ്റ്റുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് കോളം വൈയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻസ് തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സിംഗിൾ lineage ഓഫ് ആൻസെസ്റ്റർ ഡിസെൻഡന്റ് പോപ്പുലേഷൻസ് വിച്ച് മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ഐഡന്റിറ്റി ഫ്രം അതർ ലീനേജസ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ സ്പീഷ്യസ് ഇസ് എ സെറ്റ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് റിസംബിൾ അതർ ആൻഡ് ഇസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം അതർ സെറ്റ്സ്. മൂന്നാമത്തെ ഡെഫിനിഷൻ സ്പീഷ്യസ് ആർ ഗ്രൂപ്പ് ഓഫ് ഇന്റർബ്രീഡിംഗ് നാച്ചുറൽ പോപ്പുലേഷൻസ് ദാറ്റ് ആർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ഫ്രം other such groups. And നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് a group recognized by its monophyly. ക്വസ്റ്റ്യൻ ഇതാണ്, which one of the following options represent all the correct matches? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ, ഓപ്ഷൻ 1 എന്ന് പറയുന്നത് A2, B3, C1, D4. ഓപ്ഷൻ 2 എന്ന് പറയുന്നത് A1, B2, C3 and D4. ഓപ്ഷൻ 3 A3, B2, C1 and D4. Option 4 A4, B3, C1 and D2. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഓപ്ഷനിൽ നോക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതാതാവുമല്ലോ എന്നുള്ളൊരു പ്രഡിക്ഷൻ ഓൾറെഡി നമ്മളെ മൈൻഡ് എടുക്കും. അപ്പം നമ്മളെ മൈൻഡിൽ അത് തന്നെ ഉത്തരം വരാനുള്ളൊരു ടെൻഡൻസി നമ്മൾ തന്നെ ഉണ്ടാക്കും. സോ അതുകൊണ്ട് ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ടേബിളിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു മാച്ച് ഉണ്ടോ നോക്കുക. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു മാച്ചെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക. എന്നിട്ട് ആ ഓപ്ഷൻ ഒന്നും കൂടെ വിലയിരുത്താം. ഓക്കെ, നമുക്കിപ്പോൾ ബയോളജിക്കൽ സ്പീഷ്യസ് കൺസെപ്റ്റ് അത് അറിയുന്ന ആൾക്കാരാണെങ്കിൽ അത് നോക്കുക. ഇപ്പൊ ടൈപ്പോളജിക്കൽ സ്പീഷ്യസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈപ്പ് അനുസരിച്ചിട്ടാണ്, ഒരു കോമൺ ടൈപ്പ് ഉണ്ടാവും, അതനുസരിച്ച് സ്പീഷ്യസ് അങ്ങനെ അറിയാന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ മാച്ച് ചെയ്യാൻ അറിയാന്നുണ്ടെങ്കിൽ അത് നോക്കുക. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. അതല്ലെങ്കിൽ വേറൊരു ഐഡിയ എന്ന് പറയുന്നത് ഓപ്ഷനിൽ കോമൺ ആയിട്ട് വരുന്നത്, അതായത് ഇപ്പോൾ ഇതിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇതിലാകെ നമുക്ക് കിട്ടുന്നത് D4 ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം 3 എണ്ണത്തിൽ D4 കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല, ചിലപ്പോൾ D2 ആവാൻ അതിനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 കുറുക്കുവഴിയാണുള്ളത്. നമുക്ക് ശ്രമിച്ചു നോക്കുക, എപ്പോഴും സക്സസ് ആവണമെന്നില്ല. സോ നമുക്ക് എന്താണ് സ്പീഷ്യസ് കൺസെപ്റ്റും കാര്യങ്ങളെന്നൊക്കെ നോക്കാം. സ്പീഷ്യസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ വേ ടു ഡിഫൈൻ എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് സച്ച് എ സ്പീഷ്യസ് and it's based on the idea that organisms within a species can interbreed and produce fertile offspring. ഒരു സ്പീഷ്യസിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തത്. അതായത് ഇന്റർബ്രീഡ് ചെയ്യാനും and also they can produce a fertile offspring. And the species are the basic unit of classification in biology. They can be defined by their DNA sequence, morphology, behavior or ecological niche. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്പീഷ്യസിനെ ഡിഫൈൻ ചെയ്യാം. ദെൻ ടൈപ്സ് ഓഫ് സ്പീഷ്യസ് കൺസെപ്റ്റ് നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ കണ്ട 4 അല്ല, ഇവിടെ അതിനേക്കാൾ കൂടുതൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ബയോളജിക്കൽ സ്പീഷ്യസ് കൺസെപ്റ്റ് ആണ് ആദ്യത്തേത്.
A species is a group of organisms that can interbreed in nature. This concept often taught in college biology courses. അതായത് നമ്മൾ പഠിക്കുന്ന സ്പീഷ്യസ് കൺസെപ്റ്റ് വരുന്നത് ബയോളജിക്കൽ സ്പീഷ്യസ് കൺസെപ്റ്റ് ആണ്. കറന്റ്ലി അക്സെപ്റ്റഡ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അതിനേക്കാൾ മുകളിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറീസ് ഉണ്ട്. സോ ബയോളജിക്കൽ സ്പീഷ്യസ് കൺസെപ്റ്റിൽ പറയുന്നത് ഇതാണ്. ഒരു സ്പീഷ്യസ് എന്ന് പറയുന്നത് അതിലുള്ള, അതായത് സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻഡിവിജ്വൽസ് ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് ഓർഗാനിസംസ് ഉണ്ടാവും. അവർക്ക് തമ്മിൽ ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റണം, പ്ലസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഫെർട്ടൈൽ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ് ആയിരിക്കണം. ഇത് രണ്ടുമാണ് അതിൽ വരുന്നത്. ജനറ്റിക് സ്പീഷ്യസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് സ്പീഷ്യസ് എ ഗ്രൂപ്പ് ഓഫ് organisms that are genetically compatible and isolated from other groups. ജനറ്റിക്കലി കമ്പാറ്റബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഉദ്ദേശിക്കുന്നത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അതായത് ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു പ്ലോയിഡി. ഇപ്പോൾ നമ്മളുടെ ഗമൈറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ക്രോമസോം സ്പേമിലും എഗ്ഗിലും ഉണ്ടാവും. അത് രണ്ടും ഫ്യൂസ് ചെയ്തിട്ടാണ് സൈഗോട്ട് 2n നമ്പർ ഓഫ് ക്രോമസോം നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ അത് തന്നെയാണ് ജനറ്റിക് കോമ്പാറ്റബിലിറ്റി കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ക്രോമസോം ഉള്ള, അല്ലെങ്കിൽ ഹ്യൂമൻസിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഹ്യൂമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ക്രോമസോം കാണിക്കുന്ന, ക്രോമസോമിന്റെ അതേ സ്ട്രക്ചറും ഷേപ്പും എല്ലാം കാണിക്കുന്ന ഒരു മേറ്റ്. അങ്ങനെയുള്ള ആളുകളെ ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു സ്പീഷീസ് എന്ന് പറയുന്നത്. മോർഫോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് that have similar body shapes or features. ഫിനോടൈപ്പ് അല്ലെങ്കിൽ മോർഫോളജി, കാണാൻ ഒരേപോലെ ഇരിക്കുന്ന ആളുകളെ ആണ് ഒരു സ്പീഷീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ഫെനറ്റിക് സ്പീഷീസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ലുക്സ് ലൈക്ക് സിമിലർ ടു ഈച്ച് അതർ. ഇവിടെയും അത് തന്നെയാണ് വരുന്നത്. ഈ മോർഫോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റും ഫെനറ്റിക്കും ഏകദേശം സിമിലർ ആയിട്ട് തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. രണ്ടും ഫിനോടൈപ്പ് അല്ലെങ്കിൽ മോർഫോളജി സിമിലർ ആണെങ്കിൽ അവരെ നമുക്ക് ഒരു സ്പീഷീസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷെ അതൊരു നമുക്ക് ജസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ അറിയാതെ എന്തായാലും ഒരു റോങ് വേ ആണ്. കാരണം ഒരേപോലെ ഇരിക്കുന്ന ആളുകൾ ഒരേ സ്പീഷീസ് തന്നെ ആവണമെന്നില്ല, അല്ലെ? കുറെ എക്സാമ്പിൾ നമ്മൾ അതിന് കണ്ടിട്ടുണ്ട്. ദെൻ ഫൈലോജനറ്റിക് സ്പീഷീസ് കൺസെപ്റ്റ്, അതിൽ വരുന്നതാണ് സ്പീഷീസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് that share a common ancestor and can be distinguished from other groups. ഒരു കോമൺ ആൻസിസ്റ്ററിന്റെ പിന്നിലേക്ക് അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന പുതിയ ലീനേജ് അല്ലെങ്കിൽ പുതിയ ഡിസെൻഡൻസിന്, അതേ കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് വരുന്ന പുതിയ ഡിസെൻഡൻസിന് മൊത്തത്തിൽ നമ്മൾ പറയുന്നതാണ് ഒരു സ്പീഷീസിന്. അങ്ങനെയാണ് ഫൈലോജനറ്റിക് സ്പീഷീസ് കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ടൈപ്പോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്നത് ഒരു ടൈപ്പ്, നമ്മളിപ്പോൾ സുവോളജി ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ പഠിച്ചിട്ടുണ്ടാവും ഓരോ ഫൈലത്തിനും അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിനും ഒരു ടൈപ്പ് ഉണ്ടാവും. അതായത് ആ ടൈപ്പ് ബേസ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ആ ഗ്രൂപ്പിലുള്ള ബാക്കി മെമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യുക. സോ അങ്ങനെ വരുന്നത് ഇതാണ് ടൈപ്പോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റ്. ഒരു ഓർഗാനിസം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്പീഷീസിനകത്ത് ഒരു കോമൺ ഓർഗാനിസം ഉണ്ടാവും. ആ ഓർഗാനിസത്തിന്റെ അതേ ഫീച്ചേഴ്സും കാര്യങ്ങളും, അതായത് എല്ലാം മോർഫോളജിയും ജനറ്റിക്സും എല്ലാം അതേപോലെ കറക്റ്റ് എക്സാക്ട് അതെന്നല്ല, അതിൽ നിന്ന് ഇച്ചിരി മാത്രം വ്യത്യാസം, ബാക്കിയെല്ലാം ആ ഒരു ടൈപ്പിനോട് സിമിലർ ആയിട്ടുള്ളതിനാണ് നമ്മൾ ടൈപ്പോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റിൽ പറയുന്നത്. അങ്ങനെയുള്ള എല്ലാവരെയും നമ്മളൊരു ഗ്രൂപ്പ് ആക്കി പറയുന്നതാണ് സ്പീഷീസ്. ഇനി നോമിനലിസ്റ്റിക് സ്പീഷീസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഹ്യൂമൻ മെയ്ഡ് കൺസെപ്റ്റ് ദാറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ് ഇൻ നേച്ചർ. ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഡിഫൈൻ ചെയ്യാനുള്ള കാര്യമില്ല. എല്ലാ ഓർഗാനിസംസും ഒന്നാണ്, അല്ലെങ്കിൽ ഒരു സ്പീഷീസ് ആണ്, അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിനെ മറ്റൊരു ഓർഗാനിസത്തിൽ നിന്ന് വേർതിരിച്ച് കാണാനുള്ള ഒരു ഡെഫിനിഷൻ ഒന്നുമില്ല. അത് നമ്മളായിട്ട് ഉണ്ടാക്കിയ ഒരു പാരാമീറ്റർ ആണെന്നാണ് നോമിനലിസ്റ്റിക് സ്പീഷീസ് കൺസെപ്റ്റിൽ പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് പറഞ്ഞത്. ഇതിനകത്ത് നമുക്ക് മാച്ച് ദ ഫോളോയിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈപ്പോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു, ബയോളജിക്കൽ പറഞ്ഞു, എവല്യൂഷണറി പറഞ്ഞു, ആൻഡ് ഫൈലോജനറ്റിക് പറഞ്ഞു. സോ ആൻസർ വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്, A2. അതായത് A എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ. ടൈപ്പോളജിക്കൽ സ്പീഷീസ് എന്ന് പറഞ്ഞെങ്കിൽ എ സ്പീഷീസ് ഇസ് എ സെറ്റ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് റിസംബിൾ വൺ അനദർ ആൻഡ് ഇറ്റ് ഡിസ്റ്റിങ്ക്ട് ഫ്രം അതർ സെറ്റ്സ്. ഓക്കെ. ദെൻ B3 ബയോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർബ്രീഡിംഗ് പോപ്പുലേഷൻസ് ആൻഡ് ഓൾസോ reproductively isolated from other such groups.
നമുക്കിപ്പോൾ ടൈപ്പോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റിന്റെ ഡെഫിനേഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. സോ പെട്ടെന്ന് അങ്ങനെ കിട്ടിയില്ല, കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ ആദ്യം ബയോളജിക്കൽ സ്പീഷീസിന്റെ നോക്കുക. കാരണം അവിടെ ഒരു കീവേഡ് ഉണ്ട്, ഇന്റർബ്രീഡിങ് നാച്ചുറൽ പോപ്പുലേഷൻ എന്നുണ്ട്, റീപ്രൊഡക്റ്റീവ് ഐസൊലേറ്റഡ് എന്നുണ്ട്. ഈ 2 കീവേഡ് വെച്ചിട്ട് നമുക്ക് B3 ആണെന്ന് ഉറപ്പിക്കാം അല്ലെ. B3 വരുന്ന 2 ഓപ്ഷനേ ഉള്ളൂ. അതിനകത്ത് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുക. സി നോക്കുക. സി ആണെങ്കിൽ 1 ആണ് എവല്യൂഷണറി സ്പീഷീസ് കൺസെപ്റ്റ്. നമ്മളിതിൽ പറഞ്ഞിട്ടില്ല. ഫൈലോജനറ്റിക്കും എവല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈലോജനി പറയുന്നത് C1, എവല്യൂഷണറി സ്പീഷീസ് കൺസെപ്റ്റിൽ പറയുന്നത് സിംഗിൾ ലീനേജ് ഓഫ് ആൻസിസ്റ്റർ ഡിസെൻഡന്റ് പോപ്പുലേഷൻ വിച്ച് മെയിൻറ്റെയിൻസ് ഐഡന്റിറ്റി ഫ്രം അതർ ലീനേജ്. ഫൈലോജനിക് കൺസെപ്റ്റിൽ പറയുന്നത് ഒരു മോണോഫൈലി, ഒരു കോമൺ ആൻസിസ്റ്ററും അതിന്റെ ബാക്കി എല്ലാ ഡിസെൻഡൻസും. അങ്ങനെയാണ് ഫൈലോജനറ്റിക് സ്പീഷീസ് കൺസെപ്റ്റ് പറയുന്നത്. എവല്യൂഷണറിയിലും ഫൈലോജനിലും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവല്യൂഷണറി പറയുമ്പോൾ ഒരു സിംഗിൾ ലീനേജും ബാക്കിയുള്ള അതിൽ വരുന്ന എല്ലാ ഡിസെൻഡൻസും അവരുടെ ജനറ്റിക്സ് അല്ലെങ്കിൽ ജനറ്റിക് സിമിലാരിറ്റി കാണിക്കും അവർ. അതാണ് അവിടെ പറയുന്ന വ്യത്യാസം. ഓക്കെ, സോ അങ്ങനെ 4 കൺസെപ്റ്റ് മാച്ച് ദ ഫോളോയിങ് നോക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ്. ബാക്കിയുള്ള സ്പീഷീസ് കൺസെപ്റ്റുകളും കൂടെ നിങ്ങൾ വായിച്ചു നോക്കുക. ആൻഡ് അത്രേ ഉള്ളൂ. താങ്ക് യു.